അവൻ പിന്നെ അവസാനം ഈ സംഭവം ഡിസ്ക്ലോസ് ചെയ്തു. അവൻ പറഞ്ഞ് എനിക്കൊരു ജിന്നായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുന്നത്? നൂറ എന്നുള്ളൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അതായത് ഇവർ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ചിരിക്കുന്ന മുഖമൊന്നുമല്ല, ഒരു വല്ലാത്ത മുഖഭാവം. പക്ഷേ ജിന്നുമായ ഒരു അഭിമുഖം ഉണ്ടല്ലോ, മുസ്തഫ കഞ്ചൂർ പറഞ്ഞാൽ ജിന്നോട് ഇത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നടക്കൂല. എങ്ങനെയാണ് ലോകത്തെ ജിന്നുകൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്, അതായത് മനുഷ്യനുൾപ്പെടുന്ന ലോകത്തെ എങ്ങനെ ജിന്നുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ജിന്നായാലും അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള സംഭവമായാലും അപ്പോൾ അവർ ഇത് അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊരു റിലാറ്റബിൾ ഗ്രൗണ്ട് കിട്ടാൻ ശരിക്കും എന്താ ചെയ്യല്? നമ്മൾ നമ്മൾക്ക് പരിചയമുള്ള കുറേ ആളുകളിൽ കുറേ നമ്മളെ നോവലിനും കഥാപാത്രത്തിനും വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഒരു കഥാപാത്രം ഉണ്ടാവുക, ക്ലാഷ് പോലെ. അജിനുവിനെ ജിന്നായിട്ട് പറയേണ്ടത്, ജിന്നിന് മാത്രമേ അങ്ങനെ പ്രണയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ റൂമിൽ ചെന്നപ്പോൾ പൊട്ടിക്കാൻ പറ്റിയ എല്ലാ സാധനവും പൊട്ടിക്കെടുക്കുക. ഒരു ഗ്ലാസിൻ്റെ ജഗ്, പിന്നെ നോസ ധരിച്ചിരുന്ന മാല, വള, പറയുന്ന സാധനങ്ങളൊക്കെ തറയിൽ പൊട്ടിക്കിടക്കുന്നു. മറിയം എന്നുള്ളൊരു ജിന്ന് പെണ്ണ് ഇവനെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ ആ നോസ എന്നുള്ളൊരു മനുഷ്യനായ സ്ത്രീ അവിടെ ഇല്ലേ? ഈ ജിന്നിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റാണ്. അതായത് ഇവർ പ്രണയിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രണയമായിരിക്കും. പക്ഷെ അള്ള എന്താന്നല്ലേ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. കാരണം നമ്മൾ അനുഭവിക്കാത്തൊരു അസ്തിത്വമാണ് അള്ള എന്ന് പറയുന്നത്. പല സംസാരത്തിന്റെ ഇടയിലും പല ഇന്റർവ്യൂവിന്റെ ഇടയിലൊക്കെ ആയിട്ട് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം അങ്ങനെ കുറെ ആൾക്കാരുടെ എടുത്ത് വെച്ചേക്കാം. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഐ സോൾഡ് മൈ സോൾ ടു ദി ഡെവിൽ എന്നാ പറയുന്നത്.